രാജസ്ഥാനിൽ കുഴൽക്കിണറിൽ വീടുപോയ 5 വയസ്സുകാരൻ മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ്. 56 മണിക്കൂറാണ് ഈ ദൗത്യം നീണ്ടുപോയത്. കുട്ടിയെ പുറത്തെത്തിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടുത്തെ ദൗത്യസംഘം നടത്തി. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം സമാന്തരമായി ഒരു കിണർ കുഴിച്ചു ചെന്ന കുഞ്ഞിനെ പുറത്തെടുത്തപ്പോഴേക്കും കുഞ്ഞിന് ബോധമില്ലായിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ബൽറാം നെടുങ്കാടി മറ്റു വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം. ഇന്ത്യ മുഴുവൻ കാത്തിരുന്നതാണ് ഈ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന വാർത്ത അറിയാൻ, പക്ഷേ കഴിഞ്ഞില്ല. തീർച്ചയായും രാജ്യത്തെ നിരാശപ്പെടുത്തുന്ന, സങ്കടത്തിലാക്കുന്ന ഒരു വാർത്തയാണ്. 5 വയസ്സുകാരൻ ആര്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയായിരുന്നു. 56 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ 11:30-ക്ക് ശേഷമാണ് ആര്യനെ ഈ കിണറ്റിൽ നിന്നും പുറത്തെടുക്കാനായത്. അവിടെ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത്യാധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസിൽ ആര്യനെ ഉടൻ തന്നെ അടുത്തുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെയും എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ECG പരിശോധന നടത്തി ആര്യനെ 2 തവണ പരിശോധന നടത്തിയെങ്കിലും ജീവന്റെ ഒരു അംശം പോലും ആര്യന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന വേളയിലെല്ലാം തന്നെ ആര്യന്റെ മാതാപിതാക്കളും നാട്ടുകാരും അടക്കം 100 കണക്കിന് പേർ ഈ രക്ഷാപ്രവർത്തനം സഹായിക്കാനും എന്താണ് സംഭവിക്കുന്നത്, ഏത് നിമിഷം ആര്യൻ പുറത്തു വരും എന്ന് അറിയുന്നതിനുമായി ഈ പരിസരത്തെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആര്യനെ രക്ഷപ്പെടുത്താനുള്ള 2 ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. സാധാരണ നിലയിൽ ട്രാക്ടറും ഒപ്പം തന്നെ JCBയും മറ്റും ഉപയോഗിച്ച് വലിച്ചു പുറത്തെടുക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ നടത്തി. അത് ഫലം കണ്ടില്ല. തുടർന്നാണ് അംബർല ടെക്നിക് എന്ന ഉത്തരാഖണ്ഡിലെ ടണലിൽ കുടുങ്ങിയവരെ പുറത്തെടുത്ത അംബർല ടെക്നിക് ഉപയോഗിച്ച് പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. തുടർന്നാണ് സമാന്തരമായി 20 അടി ദൂരെ മറ്റൊരു വലിയ കിണർ നിർമ്മിച്ചുകൊണ്ട് ഈ 150 അടി താഴ്ചയിൽ വെച്ച് ഇരു കിണറുകളും തമ്മിൽ ബന്ധിപ്പിച്ച് ആര്യനെ പുറത്തെടുക്കാനായിരുന്നു നീക്കം. അതിനിടെ ഈ ആര്യനെ പുറത്തെടുത്തത് അംബർല ടെക്നിക്ക് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ശ്രമത്തിലാണ് എന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത്. ആ ഘട്ടത്തിലേക്കും കുഞ്ഞിന്റെ ആരോഗ്യനില മോശമായതായുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. കാരണം കഴിഞ്ഞ 3 ദിവസമായി കുഞ്ഞിന് ഓക്സിജൻ അടക്കം ലഭ്യമാക്കി ജീവൻ നിലനിർത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നെങ്കിലും ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. വെള്ളം പോലും കുഞ്ഞിന് നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ കൂടാതെ ഇത്തരത്തിൽ മണിക്കൂറുകളോളം അകപ്പെട്ടതിനെ തുടർന്നുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ കുഞ്ഞിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ ബോധനില എത്രത്തോളം കൃത്യമാണ് എന്നതുമായി പരിശോധിക്കാനും അധികൃതർക്ക് കഴിഞ്ഞില്ല. ഒടുവിലാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ അംബർല ടെക്നിക് അടക്കമുള്ള വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിനെ പുറത്തെടുത്തത്. അപ്പോൾ ബോധമില്ലായിരുന്നു. തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ രക്ഷാപ്രവർത്തനത്തിനായി NDRFും SDRFും അടക്കം മുഴുവൻ സജ്ജീകരണങ്ങളും 56 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന നിരാശാജനകമായ വാർത്തയാണ് രാജസ്ഥാനിലെ ദൗസയിൽ നിന്നും പുറത്തു വരുന്നത്. കുഞ്ഞിന്റെ ഈ മരണവാർത്ത അറിഞ്ഞ് മാതാപിതാക്കൾ അടക്കമുള്ളവർ ബോധരഹിതരാകുകയായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെ കൃഷിസ്ഥലത്തായിരുന്നു ഈ കിണർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്ന വേളയിൽ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച രക്ഷാപ്രവർത്തനം ആരംഭിച്ച മുതൽ തന്നെ ഈ കുഞ്ഞിന്റെ മാതാവ് ഈ കിണറിന് സമീപം തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അവരെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. രാജ്യം മുഴുവനും സങ്കടത്തിലാകുന്ന ഒരു വാർത്തയാണ് രാജസ്ഥാനിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ബൽറാം പറഞ്ഞതാണ് ശരി. ബൽറാം, താങ്ക് യു ബൽറാം.